ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്ത് വന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അടിമുടി പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. ഇതോടെയാണ് കടുത്ത പ്രതിഷേധം ഉണ്ടായത്. ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം പല സ്ഥലങ്ങളിലായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് മലപ്പുറത്ത് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പ്രതിഷേധക്കാർ അടച്ചുപൂട്ടിയ ഒരു സംഭവമാണ്. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയതും അത് വലിയ വിവാദമായി മാറിയതും അതേ ചൊല്ലി ഇപ്പോൾ വലിയ തോതിൽ വാഗ്വാദങ്ങൾ നടക്കുന്നതും. ടെസ്റ്റിനുള്ള വാഹനങ്ങളും വിട്ടു നൽകില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികമാണെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ തന്നെ തുറന്നടിക്കുന്നുണ്ട്. ഈ പരിഷ്കരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു സ്കൂളുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ മന്ത്രിയും പ്രതികരിച്ചത്. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ വാദം. ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘം തന്നെ മലപ്പുറത്ത് നിലകൊള്ളുന്നുണ്ട്. അവരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ. ഒരു കാരണവശാലും ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടടിക്കില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. അതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപ് നടന്ന ചില വസ്തുതകളാണ്. ഈ അടുത്തായി അത് വാർത്തയായും പുറത്തു വന്നിരുന്നു. അവർക്ക് കൂട്ടായി എല്ലാ തരത്തിലും ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. നേരത്തെ ഉദ്യോഗസ്ഥർ വഴി വൻതോതിൽ പണം വെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. മലപ്പുറം RTO ഓഫീസിൽ നടന്നത് 3 കോടി രൂപയുടെ വെട്ടിപ്പാണ്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒക്കെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണം സർക്കാരിൽ വന്നു ചേരേണ്ട പണമാണ്, പാവപ്പെട്ടവരുടെ പണമാണ്. ഇതൊക്കെ വെട്ടിച്ച് പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്ന ഈ മാഫിയ സംഘങ്ങൾക്കെതിരെയാണ് ഗണേഷ് കുമാറിന്റെ പ്രതിഷേധവും നടപടിയും. വ്യാജ റസീറ്റ് ഉണ്ടാക്കി നികുതി വെട്ടിച്ചുവെന്നാണ് ഗണേഷ് കുമാറിന്റെ ആരോപണം. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്കുള്ള വഴി അടച്ചാണ് ഇപ്പോൾ മലപ്പുറത്ത് ഇതിന്റെ ഭാഗമായി പ്രതിഷേധം നടക്കുന്നത്. അതായത് പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഒരു കാരണവശാലും ടെസ്റ്റ് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CITU. കൊടികുത്തി അവിടെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ 7000-ലധികം ഡ്രൈവിംഗ് സ്കൂളുകളെയും 1 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും ഈ മേഖലയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിനോട് യാതൊരു തരത്തിലും എതിർപ്പില്ല എന്നും ഇതോടൊപ്പം അവർ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട 1-2 വസ്തുതകളെന്ന് പറയുന്നത്, പ്രധാനമായി പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് അത് കുറച്ചുകൂടി പരിഷ്കരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന അഭിപ്രായം തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ളത്. കാരണം നിരത്തുകളിൽ അപകടം വർദ്ധിച്ചു വരുന്ന സാഹചര്യം, എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് അറിയാതെ ലൈസൻസ് കൈവശമുള്ള നിരവധി ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഡ്രൈവിംഗ് വിദ്യാഭ്യാസമില്ലാത്ത നിരവധി ആളുകൾ, പരിശീലനമില്ലാത്ത ആളുകൾ നിരത്തിലിറങ്ങുമ്പോൾ അത് അവരുടെയും മറ്റുള്ളവരുടെയും ജീവഹാനിക്ക് കാരണമാകും. കൃത്യമായ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാനോ കൃത്യമായ രീതിയിൽ വാഹനം ഓടിക്കാനോ അറിയാത്തവർ നിരവധി ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർ മൂലവും പല അപകടങ്ങളും അപകട സാധ്യതകളും ഉണ്ടാക്കാം. പലർക്കും ജീവഹാനിയും സംഭവിക്കാം. ഇതൊക്കെ ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ ഈ ടെസ്റ്റ് പരിഷ്കരണത്തിലൂടെ സാധിക്കുമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. അത് ഒരു പരിധിവരെ ശരിയുമാണ്. ഇനി മറുഭാഗം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിൽ ചില പിഴവുകൾ, പാകപ്പിഴകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഗണേഷ് കുമാറിന്റെ ഈ പ്രസ്താവന അതുപോൽ വലിയ വിവാദമായിട്ടുണ്ട്.